പ്രിയമുള്ളവർ, അസ്സലാമു അലൈക്കും. നമുക്ക് അന്നം തരുന്ന രാജ്യത്തിനോട് നമ്മൾ പലപ്പോഴും സ്നേഹം കാണിക്കാറുണ്ട്. ഞാൻ സൗദി അറേബ്യയിലാണ് ജോലി ചെയ്യുന്നത്. പലപ്പോഴും നമുക്ക് അഭിമാനം തോന്നാറുണ്ട് ഇവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ. ഞാനത് പറയാൻ കാരണം, കോവിഡ് കടന്നു വന്ന് നമ്മളെ ലോകത്തെ മൊത്തം ഞെട്ടിച്ചു. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വാക്സിനേഷൻ എടുത്തു. എല്ലാ രാജ്യങ്ങളും 1ഉം 2ഉം എടുത്തു. അതിനുശേഷം 2 ബൂസ്റ്ററും എടുത്തു. ഞാൻ എന്നെ സംബന്ധിച്ച് 4 എടുത്തിട്ടുണ്ട്. കാരണം ഈ രാജ്യത്തിനുള്ള വിശ്വാസം കൊണ്ടാണ് നമ്മളൊക്കെ ചെയ്തത്. കാരണം അവരുടെ ജനങ്ങൾക്ക് കൊടുക്കുന്ന സുരക്ഷിതത്വം. എന്താണ് ഇന്ത്യയിൽ സംഭവിച്ചത്? ഇപ്പോൾ വാക്സിൻ കൊടുത്തതിലൊക്കെ ഒരു അപാകതകളെക്കുറിച്ച് ആ കമ്പനികളൊക്കെ തുറന്നു പറയാൻ തുടങ്ങിയിരിക്കും. മാത്രമല്ല, എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയില്ല. ഞാൻ നാട്ടിൽ പോയ സമയത്ത് പല ആളുകളും അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പല ആളുകൾക്കും സ്ട്രോക്ക് വരുന്നു. പല ആളുകളെയും ശരീരത്തിനെയും ജീവിതത്തിനെയും തന്നെ ആ ഒരു വാക്സിനേഷൻ ബാധിച്ചു എന്ന് മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ തന്നെ 6 വർഷങ്ങൾക്ക് മുമ്പ് 9ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടികൾക്ക് വാക്സിനേഷൻ കൊടുത്തിരുന്നു. അത് അന്ന് ഒരുപാട് പരാതികൾക്ക് അല്ലെങ്കിൽ ആളുകൾ അതിനെതിരെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ പല കുട്ടികളും വാക്സിനേഷൻ എടുത്തിട്ടുണ്ട് നിർബന്ധപൂർവ്വം. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് അന്വേഷിച്ച് നോക്കുക അവരുടെ അവസ്ഥ എന്താണ് ഇപ്പം എന്നുള്ളത്. അവർക്ക് വന്ധ്യതയ്ക്ക് വരും കാരണമാവുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. എത്രത്തോളം യാഥാർത്ഥ്യം നമുക്കറിയില്ല. ഞാനത് പറയാൻ കാരണം, ഒരു രാജ്യത്തെ ജനങ്ങളുടെ ജീവിതത്തിനെ പിന്നെ ചോദ്യം ചെയ്തുകൊണ്ട് അവരുടെ പടുകുഴിയിലേക്ക് അവരുടെ ജീവിതം തള്ളിവിട്ടുകൊണ്ടുള്ള വാക്സിനേഷൻ കൊടുക്കൽ നമ്മളെ രാജ്യത്ത് ചോദിക്കാൻ പറയാനൊന്നും ആരുമില്ലേ? ഇങ്ങനൊരു വാക്സിനേഷനിൽ വരുന്ന അപാകത കാരണം പല ആളുകൾക്കും അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നൊരവസ്ഥയിലേക്ക് വരുമ്പോൾ എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ? എന്തായാലും ഈ രാജ്യത്തിനോട് ഒരുപാട് നന്ദിയും കടപ്പാടും. ബിഗ് സല്യൂട്ട്.